എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നവരാത്രി 2ാം നാൾ. ദേവി ബ്രഹ്മചാരിണിയെയാണ് നാം ആരാധിക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ ലെമൺ റൈസ്, ബദാം പായസം കൂടാതെ ചെറുപയർ ചുണ്ടലുമാണ്. 2ാം നാൾ നവരാത്രിയിൽ ദേവിയുടെ നിറം ചുവപ്പാണ്. ദ്വിതീയം ബ്രഹ്മചാരിണി, അതായത് നവരാത്രിയുടെ 2ാം ദിനം ബ്രഹ്മചാരിണി ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയായ ദേവിയുടെ ശക്തിഭാവങ്ങളിൽ ബ്രഹ്മചാരിണി ഭാവത്തിലാണ് നവരാത്രിയുടെ 2ാം ദിനം ആരാധന. ശിവന്റെ പത്നിയായി തീരുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു. പരമേശ്വരന്റെ പ്രീതിക്കായി കയ്യിൽ ജപമാലയും കമണ്ഡലവുമേന്തി തപസ്സു ചെയ്ത പാർവതീദേവി ഒടുവിൽ ശിവപ്രീതിക്ക് അർഹയാവുകയും പാർവതിയുടെ പ്രേമം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. പാർവതിയുടെ തന്നോടുള്ള ഭക്തിയിലും പ്രേമത്തിലും തൃപ്തനായ പരമശിവൻ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം നൽകി. നവരാത്രിയിലെ 2ാം രാത്രി ബ്രഹ്മചാരിണിയുടെ ആരാധനയ്ക്കായി നീക്കിവെക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങളെല്ലാം തന്നെ ഹെൽത്തി റെസിപ്പികളാണ്. ധാരാളം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വിഭവങ്ങൾ ഒന്നെങ്കിലും നമ്മൾ ഓരോ ദിവസത്തിലെ നിവേദ്യങ്ങളിലും ഉൾപ്പെടുത്തുന്നുണ്ട്. നവരാത്രി ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഉതകുന്ന തരത്തിലുള്ള വിഭവങ്ങളാണ് ഓരോന്നും തയ്യാറാക്കുക. ദേവിയെ ആരാധിക്കുക വഴി ഓരോ സ്ത്രീയെയും ആരാധിക്കുകയാണ് ചെയ്യുന്നത്. കുടുംബത്തിലെ വിളക്കും തൂണും എല്ലാം സ്ത്രീയാണല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ ആരോഗ്യവും സംരക്ഷിക്കപ്പെടണം. സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഓരോ വീടും ഐശ്വര്യപൂർണ്ണമായിരിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾക്ക് ബദാം പായസം ഉണ്ടാക്കാം. ഇതിന് വേണ്ടത് 1/2 ലിറ്റർ കാച്ചാത്ത പാലാണ്. പിന്നെ വേണ്ടത് ബദാം ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ്. നമ്മൾ ബദാം മിക്സിലാണ് ഈ പായസം തയ്യാറാക്കുന്നത്. ഇതിനു പകരമായി 10 ബദാം ചുടുവെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്തതിന് ശേഷം 1/2 കപ്പ് പാലും ചേർത്ത് അരച്ചും ഇതുണ്ടാക്കാം. ഇനി ഗ്യാസ് കത്തിച്ച് പാൽ തിളപ്പിക്കാൻ വയ്ക്കാം. പാൽ അടിപ്പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ എടുത്തു വെച്ച ബദാം മിക്സിൻ്റെ 2 പാക്കറ്റിലെ പൗഡർ പാലിൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ബദാം മിക്സിൽ പാൽപ്പൊടി ഉള്ളതുകൊണ്ട് പാല് പെട്ടെന്ന് തന്നെ കുറുകി വരും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ഒഴിച്ചാലും മതി. മധുരം നിങ്ങളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ തന്നെ ലൈറ്റ് യെല്ലോ കളറുണ്ട്. കൂടുതൽ കളറിന് കേസരി കളർ ഫ്യൂ ഡ്രോപ്സ് ചേർത്ത് കൊടുക്കാം. ലേശം കുറുകി വരുമ്പോൾ വാങ്ങി വയ്ക്കാം. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ക്രഷ് ചെയ്ത ബദാമും ചേർത്ത് സിമ്മിൽ വറുക്കുക. സിമ്മിൽ വറുക്കുമ്പോഴാണ് ക്രിസ്പിയായി നട്ട്സ് കിട്ടുക. ഇനി ഇത് നെയ്യോടുകൂടി പായസത്തിലേക്ക് ചേർക്കുക. നല്ല സ്വാദിഷ്ടമായ ഹെൽത്തി ബദാം പായസം ഞൊടിയിട കൊണ്ട് എളുപ്പത്തിൽ ആർക്കും തയ്യാറാക്കാം. 1ാമത്തെ നിവേദ്യമായ പായസം റെഡി. ഇനി നമ്മൾക്ക് 2ാമത്തെ നിവേദ്യമായ ലെമൺ റൈസ് തയ്യാറാക്കാം. ഇത് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും യാത്രാവേളകൾക്കും പറ്റിയ നല്ലൊരു വിഭവമാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പം. സൈഡ് ഡിഷിൻ്റെ ആവശ്യം തന്നെ ഇല്ല. അച്ചാറോ പപ്പടമോ കൂട്ടി കഴിക്കാം. സമയമില്ലാത്തവർക്കും കറികൾ ഉണ്ടാക്കാൻ സമയമില്ലാത്തവർക്കും ഒരു വരദാനമാണ് ഇങ്ങനെയുള്ള വിഭവങ്ങൾ. ആദ്യം ചോറ് വേവിച്ച് വയ്ക്കുക. അധികം കുഴയാതെ ചോറ് വേവിക്കുക. മട്ടേരി ചോറ് ഇതിന് പറ്റില്ല. പച്ചരിയിലോ പൊന്നിയരിയിലോ ബസ്മതി റൈസിലോ ഇത് തയ്യാറാക്കാം. ചോറ് വേവിച്ച് വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ഇത് തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു കടായി വയ്ക്കുക. കടായി ചൂടായി വരുമ്പോൾ നല്ലെണ്ണ 2 സ്പൂൺ ചേർക്കുക. നല്ലെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് ഇതിന് സ്വാദ് കൂടുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പും 1/2 സ്പൂൺ കടലപ്പരിപ്പും 2 വറ്റൽമുളക് 2ആയി മുറിച്ചതും ചേർത്ത് വഴറ്റുക. കടുക് പൊട്ടി പരിപ്പുകൾ മൂത്ത് വന്നാൽ കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 സ്പൂൺ അണ്ടിപ്പരിപ്പ്, 1/4 സ്പൂൺ കായപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് യോജിപ്പിക്കുക. ഗ്യാസ് സിമ്മിൽ വെച്ച് വേണം ഇതെല്ലാം ചേർത്ത് കൊടുക്കുവാൻ. ഇനി 1/2 സ്പൂൺ ഉപ്പ് ചേർക്കാം. ചോറിൽ ഉപ്പ് ചേർത്ത് വേവിച്ചതാണെങ്കിൽ ഉപ്പ് നോക്കിയ ശേഷം വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ ഉപ്പ് ചേർക്കാതെയാണ് ചോറ് വേവിച്ചത്. അതുകൊണ്ടാണ് ഈ സ്റ്റേജിൽ ഉപ്പ് ചേർത്തത്. ഇനി 1 കപ്പ് വേവിച്ച ചോറ് ചേർത്ത് മിക്സ് ചെയ്യുക.
ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അരമുറി നാരങ്ങ പിഴിഞ്ഞു ചേർക്കാം. ഇനി എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ സ്വാദിഷ്ടമായ ലെമൺ റൈസ് റെഡി. ഇനി മൂന്നാമതായി നമ്മൾക്ക് ചെറുപയർ ചൂണ്ടൽ തയ്യാറാക്കാം. ഇതിന് 1 കപ്പ് ചെറുപയർ കഴുകി 10 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. ചെറുപയർ പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് കുതിർക്കാൻ വയ്ക്കുന്നത്. നമ്മൾ കുതിർത്ത ചെറുപയർ കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് 1 വിസിൽ വരെ വേവിക്കുക. കൂടുതൽ വേവിച്ചാൽ കുഴഞ്ഞു പോകും. ഇനി ചെറുപയർ വേവുന്ന സമയം കൊണ്ട് നമ്മൾക്കൊരു മസാല വറുത്തെടുക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ 3 വറ്റൽമുളക്, 1 സ്പൂൺ കടലപ്പരിപ്പ്, 1 സ്പൂൺ കസ്കസ്, 1/4 സ്പൂൺ കായപ്പൊടി എന്നിവയാണ്. കായപ്പൊടിക്ക് പകരം കട്ടിക്കായവും യൂസ് ചെയ്യാം. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ എടുത്തു വെച്ച കടലപ്പരിപ്പ്, വറ്റൽമുളക്, കസ്കസ് എന്നിവ സിമ്മിൽ വറുക്കുക. നല്ല മണം വരുമ്പോൾ കായപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. വറുത്ത മസാല തണുക്കാൻ വയ്ക്കാം. ഈ സമയം കുക്കറിലെ ആവിയെല്ലാം പോയി തണുത്തു വന്നിട്ടുണ്ട്. ഇനി കുക്കർ തുറന്ന് ചെറുപയർ വെന്തോ എന്ന് നോക്കാം. പയർ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ലേശം വേവ് കൂടിപ്പോയി എന്നേ ഉള്ളൂ. വറുത്ത മസാല മിക്സി ജാറിലിട്ട് ലേശം തരിയോടുകൂടി പൊടിക്കുക. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ചൂണ്ടൽ തയ്യാറാക്കുന്നതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 1 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവുമ്പോൾ 1/2 സ്പൂൺ കടുക് ചേർക്കാം. 2 വറ്റൽമുളക് രണ്ടായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി വേവിച്ച ചെറുപയർ 1 കപ്പ് ചേർക്കുക. 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പയർ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നുവെങ്കിൽ നോക്കി വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് പൊടിച്ച മസാല 4 ചെറിയ സ്പൂൺ ചേർക്കുക. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ 2 സ്പൂൺ ഫ്രഷായി ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. വെരി ടേസ്റ്റി ആൻഡ് ഹെൽത്തി ചെറുപയർ ചൂണ്ടൽ തയ്യാർ. ഇന്ന് നമ്മളുണ്ടാക്കിയ ബദാം പായസം, ലെമൺ റൈസ്, ചെറുപയർ ചൂണ്ടൽ എന്നിവ ഭക്തിയോടെ ബ്രഹ്മചാരിണി ദേവിക്ക് സമർപ്പിക്കാം. സകല ചരാചരങ്ങളെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ റെസിപ്പികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.